ഇതോടെ ഞാനിവിടെ പാർക്കിൽ ഓടാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അവിടെ സൂര്യൻ ഉദിച്ച് വന്നത് നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ മാന കാണാറില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മളിവിടെ ഈ മരത്തുമ്മ ഇലകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ മിക്കപ്പോഴും മാന കാണാറുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ലേ. ഇവിടെ സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. സൂര്യൻ നല്ല ചുമന്നിരിക്കുന്നുണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത് ഇവിടെ. നല്ല രസം അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിക്കേ, നമ്മുടെ വെള്ളപ്പൂവുകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ രാവിലെ നേരമാണ്. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. പൂവ് ഫുള്ള് വിരിഞ്ഞിട്ടില്ല കേട്ടോ, വിരിഞ്ഞ് വരണുള്ളൂ. ഫുള്ള് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. ആ വെള്ള കളർ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തേക്കിനേക്കാളും നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഈ വർഷം. നല്ല പൊക്കവും വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുമ്പോൾ. ഇതവിടെ നല്ല ഭംഗിയുള്ളൊരു ചുവന്ന കിളി ഇരിക്കുന്ന നോക്കിക്കേ. അതാ മുകളിൽ കയറി. അതിൻ്റെ പേര് കാർഡിനൽ എന്നാട്ടാ. നമ്മുടെ കിളിയുടെ തീറ്റ ഇവിടെ തീർന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടമാനം കിളി ഉണ്ടായാൽ. എന്നാലും കുറേ കിളികളുണ്ട് കേട്ടോ ഇവിടെ. ആ കിളിക്ക് നമ്മുടെ അടുത്ത് അത് പറന്നുപോയി. അവിടെ ഒരു അണ്ണാൻ നിൽക്കണുണ്ടല്ലേ. ഇവിടുത്തെ അണ്ണാമാരും ഭയങ്കര വലിയ അണ്ണാമാരാട്ടോ. നമ്മുടെ ആ ഗ്രീൻ ഹൗസിൻ്റെ അവിടെ കൊല കുത്തി നിറച്ചും പൂവുണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. ആ പൂവിൻ്റെ അത് ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടാ. രണ്ടാമത്തെ ട്രിപ്പിൻ്റെ ഇലകൾ കിളിർക്കുന്നതാണ് ഈ കാണുന്നത്. ആ കിളിർത്ത് വരുന്ന ഇലയമ്മ എല്ലാത്തമ്മയും മുട്ടി വരുന്നുണ്ട് കേട്ടോ. പഴയ പൂവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. എല്ലാ കിളിർപ്പുമ്മയും മുട്ടുണ്ടായി വരുന്നുണ്ട്. ഇത് നമ്മുടെ ഡാലിയത്തോട്ടം കേട്ടോ. ഡാലിയത്തോട്ടത്തിൽ നമ്മുടെ സീനിയപ്പൂവുണ്ട്. രണ്ടുമേ പൂക്കളൊക്കെ കുറേ ഉണ്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തുമേ മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു പൂവ് വിരിഞ്ഞിട്ടുള്ളൂ, പക്ഷേ കുറേ മുട്ടിട്ട് വരുന്നുണ്ട്. എനിക്ക് 2 ആഴ്ച കഴിയുമ്പോഴേക്ക് നിറച്ചും പൂ വിരിയും. ഇതാ നോക്കിക്ക്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ റെഡ് കളർ കാണാൻ വേണ്ടിയിട്ട് സീനിക. പിന്നെ ഇത് ഗ്ലാഡിയോലസ് കേട്ടോ. പൂ വിരിഞ്ഞ് വന്നു തുടങ്ങി. രാവിലെ ഇരുന്നിട്ട് പല കിളികൾ പല സ്ഥലത്തിരുന്ന് നല്ല ഭംഗിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ വർഷം ഇതൊക്കെ നമ്മൾ വിത്ത് പാവിയിട്ട് മുളപ്പിച്ചതായിട്ട്. ഇതിൻ്റെയൊക്കെ കുറേ തൈകളുണ്ടായിരുന്നേ. നമ്മുടെ ഈ കോഴികൾ കുറേയൊക്കെ മാന്തി കളഞ്ഞു.
ഇവിടെ ഞാൻ ഈ പ്രാവശ്യം സൺഫ്ലവർ വെച്ചിട്ടുണ്ടെന്നുണ്ട്, അതിൻ്റെ വിത്തേക്ക് പാവിയത്. അത് ഇവിടെ കുറച്ചധികം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെമ്പരത്തി കേട്ടാ, വയലറ്റ് കളറ്. ഇതെല്ലാ വർഷം ഉണ്ടായി വന്നതാട്ടാ. എല്ലാ ചെമ്പരത്തികളും ഇവിടെ അങ്ങനെ ഉണ്ടായി വരില്ല കേട്ടോ. പക്ഷേ ഇത് നമ്മൾ വീട് വാങ്ങിച്ച സമയത്ത് തുടങ്ങി ഇവിടെ നമ്മൾ ആ സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ്. ഇതെല്ലാ വർഷവും വരും, നിറച്ചും പൂവുണ്ടാവും ഇതുമ്മേ. ഇത് നല്ല തിക്കായിട്ടുള്ള സീനിയാട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ വർഷം ഞാൻ സീനിയ വാങ്ങിച്ചത് ചിലതിന് അത്രയ്ക്ക് തിക്നെസ് ഇല്ലാന്ന്. ഇതിന് അധികം തിക്നെസ് ഇല്ല കണ്ട. എൻ്റെ അപ്പുറത്ത് വേറൊരു യെല്ലോ കളറുണ്ട്. പക്ഷേ എൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിനും ലെയർ കുറവാണേ. അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു വൈറ്റ് കളറുണ്ട്, അതും നല്ല രസമുണ്ട്. പക്ഷേ തിക്നെസ് കുറവാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണുണ്ട്, അതിന് കുറച്ച് തിക്നെസ് ഉണ്ട് കേട്ടോ. ഇതിന് നല്ല തിക്നെസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടായി വന്നു കഴിയുമ്പോൾ നിറച്ചും പൂവുണ്ടാവട്ടെ. അവിടെ ഒരു സീനിയ ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ കളർ എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ആ പെറ്റൽസിനുണ്ടല്ലോ നല്ല വീതിയുണ്ട്, നല്ല രസമുള്ള ഒരു അതിൻ്റെ കളറ്. വേറൊരു ചെടിയുമ്മ നല്ല ഭംഗിയുള്ളൊരു പൂ ഉണ്ടായിരുന്നു നോക്കിക്കേ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളർ ബ്ലൂ. പിന്നെ ഇത് വേറൊരു ഹൈഡ്രാഞ്ചിയ കേട്ടോ. ഇവിടെയൊക്കെ വെയിൽ അത്രയ്ക്കാണ്ട് കുറവായാൽ അത്രയ്ക്ക് അങ്ങോട്ട് പൂവുണ്ടാവട്ടെ. മറ്റേതുമേ നന്നായിട്ട് പൂവുണ്ടാവുന്നുണ്ട്. നല്ല വെയിലുള്ളിടത്ത് നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവും. ഇത് ഞാൻ കുറച്ച് ചീര പറിച്ചിട്ടുണ്ട്. കുറച്ച് ചീര ഞാൻ രാവിലെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചുമന്ന ചീര. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊരു ലഞ്ച് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പാകമായേക്കണ പച്ചക്കറി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആരും പറയണ്ടായിരുന്നു മത്തൻ്റെ ഇല എടുത്തിട്ട് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ചൊരക്കയുടെ ഇല എടുത്തിട്ട് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അതിൻ്റെ രണ്ടിൻ്റെ ഇല കൂടി ഇട്ടിട്ടാ. അത് ഇന്നേ വരെ ഞാൻ തോരൻ വെച്ചിട്ടില്ല. ഇന്നിപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ചീര പറിച്ചു. ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്തായിരുന്നാലും ഞാൻ അതിൻ്റെ ഇല എനിക്കാണ് അതിൻ്റെ അധികം മൂക്കാത്ത ഇല എടുക്കണമെന്ന് തോന്നണം. അതെടുത്തിട്ട് ഇനി തോരൻ വെച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്കുള്ള പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാറില്ലേ, കുക്കറിൽ നമ്മൾ സെപ്പറേറ്റ് പാത്രം വെച്ചിട്ടാണ് പരിപ്പ് വേവിക്കാറുള്ളതെന്ന്. അങ്ങനെ വേവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ നമുക്കങ്ങനെ കഴുകേണ്ട, അങ്ങനെ ഭയങ്കരമായിട്ട് കഴുകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അത് വിസിലടിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ പോവില്ല. അപ്പോൾ ഞാനിവിടെ പരിപ്പ് അവിടെ സെപ്പറേറ്റ് കഴുകി വേറൊരു സ്റ്റീലിൻ്റെ ഒരു പോണിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. കുക്കറിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇതാ നോക്കിക്കേ, പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാറിലേക്കുള്ള പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്കുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഈ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത്.
ഒരു 4 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. ഒരു 1.25 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ അത് കുറച്ച് ഉലുവ ഇത്രയ്ക്ക്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇത് ഞാനിവിടെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ കേട്ടോ. ഇത് ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വാങ്ങിച്ചിട്ട് തേങ്ങ കൊത്തെടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ കറക്കിയിട്ട് എടുക്കില്ല, അങ്ങനെ പൊടിച്ചിട്ട് എടുത്തതാണ്. ഇത് 2 തേങ്ങയുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് മതി. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി കളറ് മാറണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങ എപ്പോഴും നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോഴേ ആ തേങ്ങ ശരിക്കാണ്ട് മൊരിയുന്നതിന് മുമ്പ് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾറെഡി അതിൻ്റെ കളറ് മാറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞെന്ന് വിചാരിക്കും. ഞാൻ നോക്കിയേ, ഇപ്പോൾ നമ്മളെ തേങ്ങ മൊരിഞ്ഞിട്ട് നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ കരിഞ്ഞു പോരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മല്ലി നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി മുളക് പൊടി ചേർക്കാം. കായം ഞാൻ സെപ്പറേറ്റ് വറുത്തിട്ടാണ് നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ അടുത്തത് നമ്മുടെ സാമ്പാറിലേക്ക് നമുക്ക് കായം വറുത്തിട്ട് എടുക്കണം. അപ്പോൾ കായം വറുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. നമ്മുടെ കായം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കായം ഇത് ഇട്ട വഴിക്കാൻ ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ പോലെ വരും. പക്ഷേ കായത്തിൻ്റെ ഉള്ളിൽ ശരിക്കും മുരിയാൻ വേണ്ടിയിട്ട് ഇത് ഇച്ചിരി സമയം എടുക്കട്ടെ. ചെറിയ തീയിലിട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കായം കരിഞ്ഞു പോകും. ഉള്ളിലും മുരിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പൊടിഞ്ഞു കിട്ടില്ല. നമുക്ക് അത് മിക്സിയിലേക്ക് ഇടുമ്പോൾ വലിയ പാറക്കല്ല് കിടക്കണ പോലെ കിടക്കും. തേക്കണ ഈ തേങ്ങയും പിന്നെ കായവും കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ചേർക്കട്ടെ. അപ്പോൾ ഇനി മൂടി വയ്ക്കുക കേട്ടോ. സാമ്പാർ എപ്പോഴും ഇതേപോലെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് ആദ്യത്തെ ഒരു തള വരുന്ന സമയത്ത് നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ എന്തായിരുന്നാലും തിളച്ച് പൊന്തി പോകും. അത് കഴിഞ്ഞിട്ട് ആ പതയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊന്തി പോവില്ല. അപ്പോൾ അത്രയ്ക്ക് സമയം വരെ നമ്മളിത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം എന്ത് സാധനവും നമ്മൾ തിളച്ച് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവുമല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ സാമ്പാർ എന്തായി നോക്കട്ടെ. ഏതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി ചേർക്കട്ടെ. ലാസ്റ്റ് നമ്മുടെ സാമ്പാറിലേക്ക് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കട്ടെ. ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂട്ടിയിട്ട് ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കണില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച സാമ്പാർ പിന്നെ വയ്ക്കുന്നവർക്ക് അറിയായിരിക്കും, നല്ല മണമായിരിക്കും. തേങ്ങയ്ക്ക് വറുത്തെടുത്തിട്ട് നല്ല പച്ചക്കായൊക്കെ ചേർത്തിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയുണ്ടാവും. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. അത് ഞാൻ ഒരു ചെറിയ കഷ്ണം കപ്പ ചേർത്തിട്ടുണ്ടായിരുന്നു, കിഴങ്ങ്. ഇങ്ങനെ സാമ്പാറിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഈ കപ്പ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മുടെ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. നല്ല അത്യാവശ്യം നല്ല കായത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് സാമ്പാറിൽ. അങ്ങനെ ഭയങ്കര കുത്തല്ല, നല്ല അത്യാവശ്യം നല്ലൊരു രുചിയുണ്ട്.
ഇനി അടുത്തത് നമുക്ക് സാമ്പാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ അവിയലും പപ്പടവും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അവിയൽ റെഡിയാക്കാം. അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങളൊക്കെ ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തേങ്ങയ്ക്ക് അരച്ച് ചേർക്കാം. അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലിലേക്ക് ഇടുന്ന കഷ്ണങ്ങൾ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ ചേന കേട്ടോ, ഇത് നമുക്കിവിടെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നീളത്തിലുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്ക്വയർ പീസായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഈ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ എന്തായി നോക്കട്ടെ. നോക്കിക്ക് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഷ്ണങ്ങൾ വളരെ കുറഞ്ഞല്ലോ. നമ്മൾ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ കഷ്ണങ്ങൾ ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ ചേന ആയിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ തേങ്ങയും പിന്നെ ചെറിയ ജീരകവും പിന്നെ തൈരും പിന്നെ ഞാനിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 4 മിനിറ്റിൻ്റെ അടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ തേങ്ങയ്ക്ക് നമ്മുടെ ഈ പച്ചക്കറിക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ അവിയലിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരാം. നോക്കിക്ക് നമ്മുടെ അവിയൽ നോക്കിക്ക് നല്ല സൂപ്പർ അവിയലാട്ടോ. ഞാൻ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. കൊണ്ടുവന്നേക്കണേ കടയിൽ നിന്ന് വാങ്ങണ പോലെയല്ലല്ലോ, നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതാണ് കട്ട് ചെയ്തിട്ട് ശരിക്കും നമ്മുടെ നാടൻ ചീര ഇട്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട്. ഇത്തെ കഷ്ണങ്ങളൊക്കെ നല്ല അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ അവിയൽ ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലിരിക്കില്ല, അങ്ങനത്തെ അവിയലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്കാണ് ചിലവർക്ക് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയലായിരിക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരാണല്ലോ ചേർത്ത്. ചില സ്ഥലത്ത് എനിക്ക് മാങ്ങ ചേർക്കും, ചില സ്ഥലത്ത് വാളംപുളിയൊക്കെ ചേർക്കും. പക്ഷെ എനിക്ക് എപ്പോഴും ഇത് തൈര് ചേർത്തിട്ട് ഉണ്ടാക്കണ അവിയലാണ് കൂടുതൽ ഇഷ്ടം. അത് കഴിച്ചോട്ടെ. ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് തേങ്ങയൊക്കെ ഞാൻ ഒതുക്കിയത് നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ നന്നായിട്ട് അതൊന്നും പിടിച്ചിരിക്കുന്നുണ്ട്. അവിയലിൻ്റെ ടേസ്റ്റ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നാട്ടിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങ കിട്ടില്ല. ഇവിടെ നമുക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങ കിട്ടില്ല. ഇത് ഫ്രോസൺ ആയിരുന്നു, പക്ഷെ അത്ര കുഴപ്പമുണ്ടാവില്ല. ചില സമയത്ത് ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ പച്ചക്കളറുണ്ടാവില്ല, മഞ്ഞ കളറായിരിക്കും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഇത് മുരിങ്ങ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളിവിടെ കടയിൽ കാണാറുണ്ട്. അങ്ങനെ എപ്പോഴും കാണുന്നില്ല, വല്ലപ്പോഴും കൊല്ലത്തിൽ ഒരു 2 പ്രാവശ്യം അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചീരത്തോരൻ റെഡിയാക്കാം. ചീര ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മത്തിയും കൂടിയിട്ട് നമുക്ക് പൊള്ളിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി അത് രണ്ടും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പം ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഈ വാഴയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
അടുത്തത് നമ്മുടെ ചീരത്തോരൻ റെഡിയാക്കട്ടെ. നമ്മുടെ ചീര വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് മുട്ടയായിട്ടാണ് ചേർക്കുന്നത്. തേങ്ങ അല്ലെങ്കിൽ മുട്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ നാടൻ ചീര ഉലത്തിയതും റെഡി ആയിട്ടുണ്ട്. മുട്ടയും കൂടിയിട്ടാണ് ചേർത്തിട്ട് റെഡി ആക്കി. മുട്ട അല്ലെങ്കിൽ തേങ്ങ ചേർത്താലും രണ്ട് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ വെറുതെ അങ്ങനെ ഉലത്തുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങയും മുട്ടയും കൂടി ചേർത്തിട്ടുണ്ടോ. ഇങ്ങനെ എന്നിട്ട് പറയാം. ഇതിന് ഞങ്ങളുടെ അങ്കമാലി സൈഡിലേക്ക് എല്ലാ സാധനത്തിനും നമ്മൾ ഉലത്തിയെടുക്കാന്ന് പറയാം. തോരൻ അങ്ങനെ അധികം അങ്ങനെ പറയാറില്ല. പൂച്ചയിലേക്ക് ആയിരുന്നാലും തോരൻ എന്ന് പറഞ്ഞ വീട് ഇന്നേ വരെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാ സാധനവും ഒലത്തലാണ്. നമുക്കാണ് അങ്കമാലി സൈഡിലൊക്കെ അങ്ങനെ തോന്നും. എല്ലാ കാര്യങ്ങളും ഒലത്തല. തേങ്ങ ഇട്ട് ചെയ്യുന്നതിനും ഒലത്തൽ എന്ന് പറയും. തേങ്ങ ഇടാണ്ട് ചെയ്യുന്നതിനും ഒക്കെ ഒലത്തൽ തന്നെയാണ് അവിടെ. ഓക്കെ, അപ്പൊ ഇതൊന്ന് കഴിച്ചോട്ടെ. ഇത് നല്ല രുചിയുള്ള ചീരനും ശരിക്കും നാടൻ ചീര. ഇവിടെ അല്ലാണ്ട് നാടൻ ചീര അല്ലാണ്ട് വേറെ ടൈപ്പ് ചീര ഉണ്ടാവും. അതിൻ്റെ ഇലയുണ്ടല്ലോ ഇങ്ങനെ നീളത്തിൽ പോകും. പക്ഷെ അതിന് ചെറുതായിട്ട് ഒരു ചവർപ്പുണ്ടാവും. പക്ഷെ ഇതിന് ശരിക്കും നല്ല രുചിയുണ്ട്. ചോറിനാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും വേണ്ട. ഈ ചീര കുറച്ച് ചോറിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയുണ്ടാവും. പിന്നെ ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉണക്കമീൻ തേങ്ങയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ചമ്മന്തിയായിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറാവും. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ആദ്യം പറഞ്ഞ ഉറക്കം വരുന്നുണ്ട് എനിക്ക്. ഞാൻ നിങ്ങളതിനെ നമ്മുടെ റോസാപ്പൂവിൻ്റെ ജാമ് ബ്രെഡിൽ തേച്ചിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം ഇവിടെ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. അപ്പം മുടി തഴയണത്. ഓക്കെ, ഭയങ്കര നമ്മുടെ ജാമ് തേച്ചിട്ട് കാണിക്കാട്ടാ. ഞാൻ ഇതിൽ മുമ്പ് ഒരിക്കൽ ഇങ്ങനെ ജാമ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൂടുതൽ നേരം ഇട്ടിട്ടേ ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാമ് റെഡി ആവുമ്പോൾ നല്ല ജാമിൻ്റെ ശരിക്കുള്ള ഒരു ആ കൺസിസ്റ്റൻസിയിൽ ഇരിക്കും. പിന്നെ അത് ചൂടാറി കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ അത് ജാമ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിങ്ങനെ കുറേ നേരം ഇട്ടിട്ട് അങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ചേർക്കണ്ടല്ലോ. പഞ്ചസാര ഒരു പരിധിയിൽ കൂടുതൽ ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂൽപ്പരുവാവും. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ജാമ് അതേപോലെ തന്നെ ആ നൂലായിട്ട് ഇതുണ്ടെങ്കിൽ പിന്നെ അത് ഹാർഡായിട്ട് വരില്ല. അങ്ങനെ ഹാർഡായിട്ട് വരും. അപ്പം നമ്മുടെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു മണമില്ല. പക്ഷെ ഇതിൻ്റെ ആ വെള്ളം ഉണ്ടാക്കിയെടുത്തില്ലേ, റോസ് വാട്ടർ ഉണ്ടാക്കിയെടുത്തില്ലേ, അപ്പോൾ നല്ല മണമായിരുന്നു. ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ മണം പോയി. നല്ല കളറാ, നല്ലൊരു മെറൂൺ പോലത്തെ കളറാണ്. ഓക്കെ, എനിക്ക് ആദ്യം പറഞ്ഞാൽ ഇങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജാമ് വെച്ചിട്ട് കഴിക്കുന്നത് എനിക്ക് തന്നെ ഇഷ്ടമില്ല. എനിക്ക് പൊതുവേ ബ്രെഡ് ഇഷ്ടമില്ല. ജാമ് വെച്ചിട്ട് കഴിക്കുന്നത് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ല. എനിക്ക് ചിലർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. നമ്മളൊരു സാധനം കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലതല്ലല്ലോ. എനിക്കാണ് ചെറുപ്പത്തിലേക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ അത്രയ്ക്ക് വലിയ മധുരം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഒന്ന് കഴിച്ചോട്ടെ. അത്യാവശ്യം നല്ല മധുരമുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് വയ്ക്കണം. ജാമ് ഇഷ്ടമുള്ളവർക്കൊക്കെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇവിടെ പിള്ളേരും ഈ ജാമിൻ്റെ കൂടെ ജാമും കുറച്ചെടുക്കും. മറ്റേ നൂട്ടല്ലി ഉണ്ടല്ലോ, രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കഴിക്കും. അങ്ങനെ കഴിച്ചാലും നല്ല രുചിയാണ്. ജാമിൻ്റെ മധുരം പിന്നെ പറയണ്ടല്ലോ, നല്ല മധുരം. ഇതിനെ എന്നാലും നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി ചോറും കൂടിയിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറികളൊന്നും കഴിച്ച് കാണിക്കണില്ല. ചോറ് ഞാനിപ്പോൾ വയ്ക്കണില്ല. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് വയ്ക്കുള്ളൂ. ഇവിടെ നേരത്തെ കുറച്ച് ചോറ് വെച്ചത് ഇരിക്കുന്നുണ്ട്. അതിവിടെ വെള്ളച്ചോറ. ഇതിൻ്റെ മൂടിയാണ് ഞാൻ താഴത്തേക്ക് മറിഞ്ഞു വീണത്. എനിക്ക് ആ ചോറ് അത്രയ്ക്ക് ഇഷ്ടമില്ല. എനിക്ക് മറ്റേ കുത്തരിയുടെ ചോറാണ് ഇഷ്ടം.
പിന്നെ ഇനി വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കാണിക്കാം, ഭയങ്കര വെയിലായിരുന്നു. അത് കാരണം പൂവൊന്നും അത്രയും കാണിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, ഭയങ്കര ലൈറ്റിങ് വന്നിട്ടേ. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മുടെ താറാവിനെയും കോഴിനെയൊക്കെ അയച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ചിമ്പൂട്ടിനും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആ ബേഡുണ്ടല്ലോ, അതാട്ടാ. അത് നന്നായിട്ട് വലുതായിട്ടാണ്, നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട്. അതിൻ്റെ കാലിന് ഇപ്പോഴും ചെറുതായിട്ട് ഒരു ഞൊണ്ടലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ചിമ്പു ഒരു ഫുഡൊക്കെ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. ചില സമയത്ത് ചിമ്പും ഇവരുടെ എടുത്ത് കഴിക്കും കേട്ടോ. ചിമ്പുവിന് പറ്റിയ അത് പിടിക്കുന്നത് എന്തിനാണെന്നറിയോ? മിന്നാമിനിങ്ങനെ പിടിക്കുന്നതാ. ഇനി കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടമാനം മിന്നാമിനിങ്ങുണ്ട് ഇവിടെ. അപ്പോൾ അല്ല, ചിമ്പു പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ചിമ്പൂട്ടിനെ എത്തിയിട്ടുണ്ട് ഫുഡ് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിക്കണമെന്നില്ല ഇപ്പോൾ. ചിമ്പു ശരിക്കും നമ്മുടെ ഈ കോഴിയുടെയും താറാവിൻ്റെയൊക്കെ ബോഡി ഗാർഡാട്ടാ. എപ്പോഴും ഇവരേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവൻ. ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്കും പോയില്ല എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ആസ്പിനൊക്കെ ചിലപ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരും. പക്ഷേ ചിമ്പു എങ്ങും പോയില്ല കേട്ടാ. ചിമ്പു എപ്പോഴും ഇവരുടെ കൂടിൻ്റെ ചുറ്റോറുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് പകരമായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ടുട്ടുമോൾക്ക് പകരമായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ചിമ്പു. ഇവരെന്നെ നോക്കലാണ് ചിമ്പുവിൻ്റെ പരിപാടി. ചിമ്പുവിനോട് കളിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഡാ ചിമ്പൂട്ടാ, ചിമ്പു ചിമ്പു എന്താ നമ്മുടെ ചിമ്പു ഇതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ചെടിയുടെ എന്തോ ഒരു വേരാണ്. അപ്പം നമ്മുടെ ചിമ്പുവിനെ ഉണ്ടല്ലോ, ചിമ്പു എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നല്ലോ. പക്ഷേ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ചിമ്പു നമ്മൾ കാണുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് അവിടെ നിന്ന് ആൾക്കാരൊക്കെ എല്ലാവരും ആ വീട്ടിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പണി നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പൂച്ചയാണ് ചിമ്പു. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സംശയം തോന്നി കഴിഞ്ഞിട്ട് അവിടെ ആ വീടിൻ്റെ ഓണർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഈ ട്രാഷ് ക്യാനിൽ ഇടയ്ക്ക് ഈ ക്യാറ്റ് ഫുഡിൻ്റെ ടിന്ന് കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിമ്പൂന അവർ പോണ സമയത്ത് ചിമ്പൂന അവർക്ക് ചില വീടുകളിൽ ഇവിടെ അവരെനിക്ക് തോന്നുന്നു റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നും. അപ്പോൾ ചില വീടുകളിൽ എനിക്ക് തോന്നുന്നു ഈ ക്യാറ്റിനെ ഒന്നും വീടിൻ്റെ ഉള്ളിലേക്ക് അവർ അലൗഡ് ചെയ്യില്ല. അപ്പോൾ അവരെനിക്ക് തോന്നുന്നു കളഞ്ഞിട്ട് പോയതാണ് ചിമ്പൂനെ. അപ്പോൾ അങ്ങനെയാണ് ചിമ്പു നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അത് എങ്ങനെയാണ് ചിമ്പുവിനെയൊക്കെ കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നാമെന്നറിയില്ല. കാരണം ചിമ്പു അത്രയ്ക്ക് ക്യൂട്ടായിരുന്നല്ലോ കാണാൻ വേണ്ടിയിട്ട്.
അല്ലെങ്കിൽ പിന്നെ തണുപ്പത്തൊന്നും ചിമ്പു അങ്ങനെ അത്രയും നാൾ പുറത്താണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പുവിന് അങ്ങനെ തണുപ്പത്ത് ഫുഡൊന്നും കിട്ടാണ്ട് അവനങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്, ഓടി അങ്ങോട്ടേക്ക്. അപ്പോൾ അവർ പോണ സമയത്ത് പുറത്തിട്ടിട്ട് പോയതാ ചിമ്പുവിനെ. പക്ഷേ നമ്മുടെ ചിമ്പൂട്ടിന് ഭാഗ്യം ഉണ്ടായിട്ടാ. ചിമ്പുവിന് ഇവിടെ വന്നാലും ചിമ്പു രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചിമ്പുവിനെ എന്തെങ്കിലുമൊക്കെ പണ്ടേ പിടിച്ചുകൊണ്ട് പോയി തന്നെ. കാരണം നമ്മൾ കാണിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചിമ്പുവിനെ നമ്മൾ കാണിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടല്ലോ. ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നൊക്കെ ചിമ്പു ഭയങ്കര കുഞ്ഞായിരുന്നല്ലോ. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യം ഭയങ്കര സങ്കടമായി. കാരണം അങ്ങനെ അത്രയും നാൾ അവനിങ്ങനെ കിടന്നിട്ടേ ആ ഒരു വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല സുഖമായിട്ട് താമസിച്ച് കഴിഞ്ഞിട്ടേ അവർ പോണ സമയത്ത് അതിനെ തുറന്നിട്ടിട്ട് അങ്ങനെ പോകുമ്പോൾ അവന് ഭയങ്കര പാടാണല്ലോ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ആൾ നല്ല ഉഷാറായിട്ടാണ്. നമ്മൾ അവനെ കാണുന്ന സമയത്ത് അവൻ്റെ മേത്തെ രോമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ ഹാർഡായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ്റെ രോമൊക്കെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നുമില്ല. ഇവിടുത്തെ ഇത്രയ്ക്ക് ഇങ്ങനത്തെ നമ്മുടെ ഈ വീട്ടിലെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ചെടികളും അതൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ 7:45 ഇന്ന് മഴ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മഴ പെയ്യുമെന്ന് വിചാരിക്കണം. ഇന്ന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ.